മഴക്കാലത്ത് നിങ്ങൾ വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് AC ഉപയോഗിക്കുമ്പോൾ ഈ ഒരു കാര്യം ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ബോക്സിൽ ഒന്ന് എഴുതിയിടണം. ഗ്ലാസ് ഏരിയയിലെ ചില ഭാഗങ്ങളിൽ നമ്മൾ വൈപ്പർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും അതുപോലെ തന്നെ ഫ്രണ്ട് വിൻഷീൽഡിലേക്ക് ഇത്തരത്തിൽ AC ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും മിസ്റ്റ് മാറാത്ത ഭാഗങ്ങളുണ്ട്. ACയുടെ മോഡ് കിടക്കുന്നത് നല്ല തണുപ്പായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇത് കിടക്കുന്നത്. എന്നാൽ നമ്മുടെ കൂടെ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന പ്രായമുള്ളവരുണ്ടായിരിക്കാം, കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ തണുപ്പ് അത്രത്തോളം ശരീരത്തിന് പിടിക്കണമെന്നില്ല. അപ്പം നമ്മൾ അവിടെ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഇപ്പോൾ പുറത്ത് നല്ല രീതിയിലുള്ള മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മഴക്കാലത്ത് വാഹനം ഉപയോഗിക്കുന്ന ഒരുപാട് പേർക്കും, അതായത് ഒരു 80% വാഹനം ഉപയോഗിക്കുന്ന ആൾക്കാർക്കും, 100% എന്ന് പറയുന്നില്ല, 80% വാഹനം ഉപയോഗിക്കുന്ന ആൾക്കാർക്കും വാഹനത്തിൻ്റെ ഉള്ളിൽ മിസ്റ്റ് കയറി കഴിഞ്ഞാൽ ശരിയായ രീതിയിൽ വാഹനത്തിൽ AC ഉപയോഗിക്കാനായിട്ട് അറിയത്തില്ല. പല ആൾക്കാരും വാഹനത്തിൻ്റെ ഉള്ളിൽ മിസ്റ്റ് മാറ്റാനായിട്ട് AC ഉപയോഗിക്കുന്നത് റോങ് ആയിട്ടുള്ള ഒരു രീതിയിലാണ്. വാഹനം ഉപയോഗിക്കുന്നവർക്ക് കൃത്യമായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുകയാണെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാനായിട്ട് കഴിയുന്നതാണ്. അതായത് നമുക്ക് വാഹനത്തിൽ മിസ്റ്റ് ഫോം ചെയ്യുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന്, നമുക്ക് വാഹനത്തിൻ്റെ ഉള്ളിലുണ്ടാകുന്ന മിസ്റ്റ്, ഫ്രണ്ട് വിൻഷീൽഡിനോട് ചേർന്നുണ്ടാകുന്ന ഈ മിസ്റ്റ്, സൈഡ് ഗ്ലാസ്സിൽ വരുന്ന മിസ്റ്റ്, സെക്കൻഡ് റോ ഗ്ലാസ് ഏരിയയിൽ വരുന്ന മിസ്റ്റ്, ഏറ്റവും റിയർ ഗ്ലാസ്സിൽ വരുന്ന മിസ്റ്റ്. പിന്നെ വരുന്ന ഒരു മിസ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഫ്രണ്ട് വിൻഷീൽഡിൻ്റെ പുറത്തായിട്ട് വരുന്ന മിസ്റ്റ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ മിസ്റ്റ് വരുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ വൈപ്പർ ഇട്ടോ വൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പോലും ഈ മിസ്റ്റ് മാറി കിട്ടുന്നില്ല. വാഹനത്തിൻ്റെ ഉള്ളിലുണ്ടാകുന്ന മിസ്റ്റ് എങ്ങനെ മാറ്റാമെന്നുള്ളത് ഒന്ന് നോക്കാം. അതിനുശേഷം പുറത്തുണ്ടാകുന്ന മിസ്റ്റിനെ നമുക്ക് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളത് ഒന്ന് നോക്കാം. എങ്ങനെയാണ് ഒരു വാഹനത്തിൽ മിസ്റ്റ് ഫോം ചെയ്യുന്നത്? പുറത്തുണ്ടാകുന്ന ടെമ്പറേച്ചറും വാഹനത്തിന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ടെമ്പറേച്ചറും തമ്മിൽ വ്യത്യാസമുണ്ട്. പുറത്ത് സ്വാഭാവികമായിട്ട് മഴയുള്ളത് കൊണ്ട് തണുപ്പിന്റെ കാര്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ ടെമ്പറേച്ചർ കുറച്ച് തണുത്ത അവസ്ഥയായിരിക്കും പുറത്തായിട്ട് ഉള്ളത്. എന്നാൽ വാഹനത്തിന്റെ ഉള്ളിൽ വരുമ്പോൾ ഇത്തരത്തിൽ നമ്മൾ വണ്ടിയിൽ ഇരിക്കുന്ന സമയത്ത് 3-4 പേരുണ്ടെങ്കിൽ നമ്മളുടെ ശ്വാസോച്ഛ്വാസവും അതുപോലെ തന്നെ നമ്മളുടെ ബോഡി ടെമ്പറേച്ചർ ഇതെല്ലാം കൂടെ കൂടി വരുമ്പോൾ വാഹനത്തിന്റെ ഉള്ളിൽ ഒരു ചൂടായിട്ടുള്ള ഒരു അവസ്ഥ, കുറച്ച് ചൂടായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അത് മുഖാന്തരം വാഹനത്തിന്റെ ഉള്ളിലെ മിസ്റ്റ് ഫോം ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, AC ഉപയോഗിക്കുന്ന സമയത്ത് പുറത്തുണ്ടാകുന്ന ടെമ്പറേച്ചറിന്റെ ആ ഒരു സാഹചര്യം വാഹനത്തിന്റെ ഉള്ളിൽ നമ്മൾ വരുത്താനായിട്ട് ശ്രദ്ധിക്കണം. അതിന് ചെയ്യേണ്ടത്, നമ്മളിത് ഈ ഒരു മോഡ് ഉണ്ടല്ലോ, ഈ ഒരു മോഡ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കിടക്കുന്നത് വാഹനത്തിന്റെ ഉള്ളിലുള്ള എയറിനെ റീസർക്കുലേറ്റ് ചെയ്ത് AC ആക്കുന്ന മോഡാണ്. ഈ മോഡ് ചേഞ്ച് ചെയ്തിട്ട് ഫ്രഷ് എയർ മോഡിലേക്ക് ആക്കുക. അപ്പോൾ ഫ്രഷ് എയർ മോഡിലേക്ക് വരുന്ന സമയത്ത് പുറത്തുണ്ടാകുന്ന എയർ വാഹനത്തിന്റെ ഉള്ളിലേക്ക് വരികയും പുറത്തുണ്ടാകുന്ന ടെമ്പറേച്ചർ നമുക്ക് വാഹനത്തിന്റെ ഉള്ളിൽ വരുത്താനായിട്ട് സാധിക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ശരീരത്തിന്റെ ഭാഗത്തേക്ക് AC കിട്ടുന്ന ഒരു മോഡാണ് ഇപ്പോൾ നിലവിൽ കിടക്കുന്നത്. ഈ മോഡിൽ നിന്ന് നമ്മളുടെ ഫ്രണ്ട് വിൻഷീൽഡും ഈ ഒരു ഏരിയയിലെ മിസ്റ്റ് നമുക്ക് മാറണം. അതിന് ഈ മോഡ് നിങ്ങൾ ഈ ഒരു ഏരിയയിൽ നിന്ന് ചേഞ്ച് ചെയ്ത് ഫ്രണ്ട് വിൻഷീൽഡിലേക്ക് നമുക്ക് AC കിട്ടുന്ന പരുവത്തിനാക്കുക. ഇതെല്ലാവരും സാധാരണ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ഈ ഒരു മോഡിലേക്ക് ഞാൻ ചേഞ്ച് ചെയ്യുന്നു. ഈ മോഡിൽ ചേഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യൂസ് വിത്ത് ഫ്രഷ് എയർ മോഡെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഫ്രഷ് എയർ മോഡിലേക്ക് ആക്കിയത്. അപ്പം നമ്മൾ എപ്പോഴും ഫ്രണ്ട് വിൻഷീൽഡിലെ മിസ്റ്റ് മാറ്റാനായിട്ട് അല്ലെങ്കിൽ എയർ കണ്ടീഷൻ AC യൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഫ്രഷ് എയർ മോഡ് ആക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമുക്ക് എത്രത്തോളമാണ് തണുപ്പ് വേണ്ടത് എന്നുള്ളതാണ് നോക്കേണ്ടത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ തണുപ്പ് കിട്ടുന്ന ഒരു അവസ്ഥയിലാണ് വാഹനത്തിൻ്റെ നോബ് കിടക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ തന്നെ കിടക്കട്ടെ. ഇനി അടുത്ത ചെയ്യേണ്ട സ്റ്റെപ്പ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നല്ല രീതിയിലുള്ള മിസ്റ്റ് കയറി നിൽക്കുകയാണ്. നമുക്കിനി വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് AC-യുടെ സ്വിച്ച് ഓൺ ചെയ്ത് കൊടുക്കുകയാണ്. ഓൺ ചെയ്ത് കൊടുക്കുന്നു. ബ്ലോവർ ഫാനിൻ്റെ സ്പീഡ് നിങ്ങൾ ഒരു 2 പോയിന്റിലേക്ക് ആക്കുക. 2 പോയിന്റ്. ഇപ്പോൾ 2 പോയിന്റിലാക്കുമ്പോൾ നിങ്ങൾക്ക് ആ വ്യത്യാസം അറിയാം. എയർ കണ്ടീഷൻ കിട്ടുന്ന ഏരിയകൾ എന്നൊക്കെ പറയുന്നത് നമുക്കിത് ഈ ഫ്രണ്ട് വിൻഷീൽഡിൻ്റെ ഈ ഒരു ഏരിയയിലേക്ക് നമുക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ AC-യുടെ ആ ഒരു ഭാഗം ഇവിടെ നമുക്ക് വരുന്നുണ്ട്. ഒപ്പം തന്നെ നമുക്കിത് ഈ ഒരു ഏരിയയിൽ നിന്നും നമുക്ക് എയർ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് കിട്ടുന്നതിനനുസരിച്ച് ഈ ഭാഗത്തുണ്ടാകുന്ന മിസ്റ്റ് നമുക്ക് പൂർണ്ണമായിട്ട് മാറിക്കോളും. ഒപ്പം തന്നെ ഫ്രണ്ട് വിൻഷീൽഡിലെ മിസ്റ്റ് പതിയെ മാറിക്കിട്ടും. ഏകദേശം ഒരു 2 മിനിറ്റ് മാക്സിമം, അല്ലെങ്കിൽ ഒരു 3 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്കത് മാറിക്കിട്ടും. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ ഫ്രഷ് എയർ മോഡ് ഉപയോഗിക്കുന്നതിന് ചില ഗുണങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് പുറത്തുനിന്ന് വരുന്ന എയറാണ് വാഹനത്തിൻ്റെ ഉള്ളിൽ വരുന്നത്. അത് റീസർക്കുലേറ്റ് ചെയ്ത് AC ആക്കുന്നത് കൊണ്ട് നമുക്ക് ശരീരത്തിന് മറ്റൊരു തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്കുണ്ടാകില്ല. എന്നാൽ നമ്മൾ ഫ്രഷ് എയർ മോഡിന് പകരം ഉള്ളിലുള്ള എയറിനെയാണ് റീസർക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ 3-4 പേരൊക്കെ വാഹനത്തിൻ്റെ ഉള്ളിലുണ്ടാകുമ്പോൾ അവരുടെ ശ്വാസോച്ഛ്വാസം എല്ലാം വാഹനത്തിൻ്റെ ഉള്ളിലായിരിക്കും തടഞ്ഞേക്കുന്നത്. അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫ്രഷ് എയർ മോഡ് തന്നെ കൃത്യമായിട്ട് ഉപയോഗിക്കും. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഫ്രണ്ട് വിൻഷീൽഡിലെ മിസ്റ്റ് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. സൈഡ് ഗ്ലാസ്സിലെയും മിസ്റ്റ് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. ഇപ്പം നമ്മളുടെ ശരിക്കും പറഞ്ഞാൽ AC-യുടെ മോഡ് കിടക്കുന്നത് നല്ല തണുപ്പായിട്ടുള്ള ഒരു അവസ്ഥ
അവസ്ഥയിലാണ് ഇപ്പോൾ ഇത് കിടക്കുന്നത്. എന്നാൽ നമ്മുടെ കൂടെ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന പ്രായമുള്ളവരുണ്ടായിരിക്കാം, കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ തണുപ്പ് അത്രത്തോളം ശരീരത്തിന് പിടിക്കണമെന്നില്ല. അപ്പം നമ്മൾ അവിടെ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് തണുപ്പിൻ്റെ അവസ്ഥ ഒന്ന് കുറച്ച് ടെമ്പറേച്ചർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടും കൂടെ ശ്രദ്ധിക്കുക. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിലുള്ള തണുപ്പാണ് കിടക്കുന്നത്. നമ്മൾ ഈ ഒരു മോഡ് ഒന്ന് കുറച്ച് കൊടുക്കുക. ഇപ്പോൾ തണുപ്പ് അവസ്ഥയിൽ നിന്ന് ഇത് ഏകദേശം ഞാൻ പകുതിയോളം വന്നിട്ടില്ല, ഒന്ന് കുറച്ച് കൊടുക്കുന്നു. എന്നിട്ട് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് കൈ വെച്ച് ഒന്ന് പിടിച്ചു നോക്കുക എത്രത്തോളം നമുക്ക് ഈ ഒരു ഭാഗത്ത് എയർ കണ്ടീഷൻ കിട്ടുന്നത്, തണുപ്പാണോ ചൂടാണോ ആ അവസ്ഥ ഒന്ന് ജസ്റ്റ് നോക്കുക. അത് നമുക്ക് ഇവിടെ കറക്റ്റായിട്ട് അറിയാനായിട്ട് കഴിയും. എന്നിട്ട് കുറച്ചും കൂടെ നമുക്ക് ടെമ്പറേച്ചർ വേണം, ഇച്ചിരി കൂടെ തണുപ്പ് കുറയണം, ചെറിയൊരു ഹീറ്റ് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും എന്ത് ചെയ്യണം, നമ്മൾ ഇതൊരു പകുതി മോഡിലേക്ക് ആക്കുക. പകുതി മോഡിലേക്ക് ആക്കിയാലും നിങ്ങൾ മനസ്സിലാക്കുക ചെറിയൊരു തണുപ്പ് വാഹനത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാകും, എന്നാൽ ഹെവി ആയിട്ടുള്ള ഒരു തണുപ്പ് ഒരു കാരണവശാലും ഉണ്ടാകത്തില്ല. ഇനി ഒരുപാട് പേർക്ക് ഒരു സംശയമുണ്ട്, ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ഉള്ളിൽ വീണ്ടും മിസ്റ്റ് ഫോം ചെയ്യുമോ. നിങ്ങൾ നോക്കിക്കുക, ഇപ്പം ഞാൻ അങ്ങനെ ഇട്ടേക്കാണ്, നമുക്ക് മിസ്റ്റ് ഫോം ചെയ്യുമോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതേ ഞാൻ വൈപ്പർ ജസ്റ്റ് ഇടുന്നു. ഈ ഏരിയയിൽ എവിടെയെങ്കിലും മിസ്റ്റ് കയറി വരുന്നുണ്ടോ എന്ന് നോക്കുക. ഒരു കാരണവശാലും കയറി വരത്തില്ല. മഴക്കാലത്ത് നിങ്ങൾ വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് AC ഉപയോഗിക്കുമ്പോൾ ഈ ഒരു കാര്യം ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ബോക്സിൽ ഒന്ന് എഴുതിയിടണം. നമുക്ക് സാധാരണ വാഹനത്തിൽ ഉണ്ടാകുന്ന മിസ്റ്റ് എന്ന് പറയുന്നത് ഒന്ന് വാഹനത്തിന്റെ ഫ്രണ്ട് വിൻഷീൽഡിൽ ഉണ്ടാകുന്ന മിസ്റ്റ്, അല്ലെങ്കിൽ സൈഡ് ഗ്ലാസ് ഏരിയയിൽ വരുന്ന മിസ്റ്റ്, ഒപ്പം തന്നെ പുറത്തുണ്ടാകുന്ന മിസ്റ്റ് മാറ്റാനായിട്ട് വേറെ ഒന്നും ചെയ്യേണ്ട. വൈപ്പർ ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് മാറിക്കിട്ടും. എന്നാൽ ഗ്ലാസ് ഏരിയയിലെ ചില ഭാഗങ്ങളിൽ നമ്മൾ വൈപ്പർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും അതുപോലെ തന്നെ ഫ്രണ്ട് വിൻഷീൽഡിലേക്ക് ഇത്തരത്തിൽ AC ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും മിസ്റ്റ് മാറാത്ത ഭാഗങ്ങളുണ്ട്. അപ്പം നമ്മൾ ചിലപ്പോൾ ചെറിയ തുണി ഉപയോഗിച്ച് ഇങ്ങനെ തുടച്ച് നോക്കും, മാറുന്നുണ്ടോ എന്ന് നോക്കും, മാറില്ല. പേപ്പർ ഉപയോഗിച്ച് തുടച്ച് നോക്കും. ഇനി അകത്ത് അങ്ങനെ നോക്കിയിട്ട് അകത്ത് മാറുന്നില്ലെങ്കിൽ വീണ്ടും പുറത്തിറങ്ങിയിട്ട് തുടച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് മാറത്തില്ല. അപ്പോൾ ഇത് ഗ്ലാസിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഇടയിൽ ഫോം ചെയ്യുന്ന ഒരു മിസ്റ്റാണ്. പ്രത്യേകിച്ച് ഇത് നമുക്ക് നന്നായിട്ട് തിരിച്ചറിയാൻ പറ്റുന്നത് രാത്രി കാലങ്ങളിൽ മഴയുള്ള സമയത്തൊക്കെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ എതിരെ ഒരു വാഹനമൊക്കെ ഓടിച്ചു വരുന്ന സമയത്ത് ആ വണ്ടിയുടെ വെട്ടം റിഫ്ലക്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത് നല്ല രീതിയിൽ തെളിഞ്ഞു കാണാനായിട്ട് കഴിയും. ഈ ഒരു മിസ്റ്റ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ എങ്ങനെ മാറ്റണം എന്നൊന്ന് അറിയണം. അതെങ്ങനെ മാറ്റാമെന്നുള്ളതൊന്ന് കാണിച്ചു തരാം. ഇത്തരത്തിലുണ്ടാകുന്ന മിസ്റ്റ് സാധാരണ വാഹനത്തിന് ഫ്രണ്ട് വിൻഷീൽഡിൽ ഉണ്ടാകുന്നത് നല്ല തണുപ്പുള്ള കാലാവസ്ഥയും അതുപോലെ തന്നെ മഴയുള്ള സാഹചര്യങ്ങളിലാണ് ഇത് ഉണ്ടാകുന്നത്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ പുറത്ത് മഴ പെയ്ത് മഴ മാറി നിൽക്കുന്ന ഒരു സമയമാണ്. പുറത്ത് ചെറിയ രീതിയിലുള്ള ചൂടുകൊണ്ട്, അകത്തും വാഹനത്തിൻ്റെ ഉള്ളിലും ചൂടുണ്ട്. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ സാധാരണ ഇത്തരത്തിലുള്ള മിസ്റ്റ് വാഹനത്തിൽ ഫോം ചെയ്യാറില്ല. നല്ല രീതിയിലുള്ള മഴയും നല്ല രീതിയിലുള്ള തണുപ്പുള്ള സമയത്ത് വണ്ടി ഉപയോഗിക്കുമ്പോഴാണ് പുറത്തും അകമയും വരാത്ത രീതിയിൽ ഇടയിൽ ഉണ്ടാകുന്ന മിസ്റ്റ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ മിസ്റ്റ് ഒഴിവാക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഈ ടെമ്പറേച്ചറിൻ്റെ വ്യതിയാനം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഈ ഗ്ലാസ് ഏരിയയിലേക്ക് ഹീറ്റ് കൊടുക്കുക എന്നുള്ളത് ചെയ്താൽ മതി. അതിന് ജസ്റ്റ് വണ്ടി നിങ്ങൾ അങ്ങ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം, ഇപ്പം ഞാൻ വണ്ടി ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് ഹീറ്റ് മോഡിലേക്ക് ചേഞ്ച് ചെയ്യുക. വാഹനത്തിൻ്റെ എയർ കണ്ടീഷൻ മോഡ് ഫ്രണ്ട് വിൻഷീൽഡിലേക്ക് കിട്ടുന്ന പരുവത്തിലേക്ക് ഇങ്ങനെ ആക്കുക. ബ്ലോവർ ഫാനിൻ്റെ സ്പീഡ് ഒരു 3 പോയിന്റിലേക്ക് ആക്കുക. 3 or 2 പോയിന്റ് ആക്കിയാൽ മതി. അതനുസരിച്ച് നമ്മളോട് ഫ്രണ്ട് വിൻഷീൽഡിലേക്ക് ഹീറ്റ് വരികയും വളരെ നിസ്സാര സമയം കൊണ്ട് ഈ ഫാനിൻ്റെ സ്പീഡ് കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂട്ടിക്കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ വേഗത്തിൽ തന്നെ ഫ്രണ്ട് വിൻഷീൽഡിൽ അത്തരത്തിലുണ്ടാകുന്ന മിസ്റ്റ് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് കഴിയും. ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. ഈ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് വിൻഷീൽഡിലെ മിസ്റ്റ് അത്തരത്തിലുണ്ടാകുന്ന മാറിയാൽ ഉടൻ തന്നെ നമ്മൾ ഈ ഹീറ്റ് മോഡ് മാറ്റിയിട്ട് നോർമൽ കണ്ടീഷനിലേക്ക് എത്തിക്കുക. അത്യാവശ്യം നമുക്ക് വാഹനത്തിൻ്റെ ഉള്ളിൽ ചെറിയ രീതിയിലുള്ള തണുപ്പും ചൂടും മിക്സ് ആകുന്ന പരുവത്തിലുള്ള നല്ല രീതിയിലുള്ള ഒരു ടെമ്പറേച്ചർ നിങ്ങൾ ആക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒപ്പം ബ്ലോവർ ഫാനിൻ്റെ സ്പീഡ് കുറച്ച് 1 പോയിന്റിലേക്കോ 2 പോയിന്റിലേക്കോ ആക്കുക. 1 പോയിന്റ് മതി. ശേഷം എന്ത് ചെയ്യുക, ഇത്തരത്തിൽ യൂസ് ചെയ്യുക. ഇനി വീണ്ടും അത്തരത്തിലുണ്ടാകുന്ന മിസ്റ്റ് വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്നൊന്നും ഉണ്ടാകില്ല. വരുന്ന സാഹചര്യത്തിൽ ഈ ഒരു രീതി ഉപയോഗിച്ചാൽ മതി. മഴക്കാലത്ത് AC ഉപയോഗിക്കുമ്പോൾ ഈ കാര്യങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. AC ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് പ്രായമായവരും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, തണുപ്പിൻ്റെ പ്രശ്നങ്ങൾ ഉള്ളവരുണ്ടെങ്കിൽ ഡയറക്റ്റ് AC നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ എന്ത് ചെയ്യണം, ഫ്രണ്ട് വിൻഷീൽഡിലേക്ക് നമുക്ക് AC-യുടെ എയർ കണ്ടീഷൻ കിട്ടുന്ന പരുവത്തിനാക്കി ഇട്ടാൽ മതി. അപ്പോൾ ഫ്രണ്ട് വിൻഷീൽഡിലെയും സൈഡിലെയും മിസ്റ്റ് മാറിക്കോളും. അത് നിങ്ങൾ ആദ്യം തന്നെ വീഡിയോയിൽ കണ്ട ഒരു കാര്യമാണ്. ഞാൻ നിങ്ങളെ ഡയറക്റ്റ് അത് കാണിച്ച ഒരു കാര്യമാണ്. അങ്ങനെ മാറിക്കോളും. ഇനി നമുക്ക് വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു തണുപ്പോ അല്ലെങ്കിൽ മിക്സ് ആയിട്ടുള്ള ഒരു അവസ്ഥ നമുക്ക് ഡയറക്റ്റ് വേണ്ട ഒരു കാര്യമുണ്ടെങ്കിൽ മാത്രം നോബ് നേരെ തിരിച്ചിട്ടാൽ മതി. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനം ചെയ്തെങ്കിൽ മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുകയാണെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാനായിട്ട് കഴിയുന്നതാണ്.